സാഗരമേ ശോകക്കൊടുമയിലേറിടുമ്പോ കരുണയിൻ സാഗരമേ ശോകക്കൊടുമയിലേറിടുമ്പോ മേഘത്തിൻ തണലോടെ എന്നെ സാന്ത്വനമായി മേഘത്തിൻ തണലോടെ എന്നെ സാന്ത്വനമായി കൃപയരുന്ന പണമന്നെ പകർന്നിടുക ഈ ഭൂമിയിൽ യാത്രയിൽ വചനത്തിൻ്റെ അഭിഷേകത്തിലാണ് നമ്മൾ ഇപ്പോൾ ഒത്തിരിയേറെ വിടുതലും രോഗസൗഖ്യവും ജീവിത വിഷയത്തിനും ദൈവിക ഇടപെടലുണ്ടാകുന്ന സമയമാണ്. എൻ്റെ മക്കൾ ഇത്രയും മാത്രം ചെയ്താൽ മതി. അച്ഛൻ പ്രാർത്ഥിച്ച് തീരുന്നവരെ നിങ്ങളുടെ തലയിൽ കൈവച്ചുകൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കണം. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ കർത്താവിനെ കാണിച്ചു തരുന്ന അനുസരിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. വിശ്വപ്രമാണം അറിയാൻ പാലാത്തവർ ഇടിമുഴക്കുമ്പോൾ സ്തുതിച്ചുകൊണ്ടിരിക്കണം. ശ്രുതിക്കട്ടെ, വിശ്വപ്രമാണം ചൊല്ലട്ടെ. കർത്താവേ, നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവേ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവേ, നിന്റെ തിരുമറുമാർന്ന വലതുകര കർത്താവേ, ആണിപ്പെടുതാർന്ന അത്ഭുതകരം ഓരോ മകൻ്റെ മേലും ഓരോ മകളുടെ മേലും വെക്കണമേ കർത്താവേ. അടുപ്പിണർ പോലെ ആഘാതം പോലെ ദൈവിക ശക്തി ഉച്ചമുതൽ ഉള്ളംകാലം വരെ എല്ലാ കൊശങ്ങളിലും പെശുകളിലും ഇടിമിന്നലെ പോലെ പ്രസരിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ മാരകരോഗങ്ങൾ, യേശുവിൻ്റെ നാമത്തിൽ മാരകരോഗങ്ങൾ, യേശുവിൻ്റെ നാമത്തിൽ മാരകരോഗങ്ങൾ മാറിപ്പോകട്ടെ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ. എന്നിൽ നിറയണമേ, നാഥാവരേണമേ, സൗഖ്യം നൽകണമേ, നാഥാവരേണമേ, എന്നിൽ നിറയണമേ, നാഥാവരേണമേ, സൗഖ്യം നൽകണമേ. എൻ്റെ മകളെ കൈയെടുക്കരുത്. എല്ലാ വെള്ളപ്പാണ്ട് രോഗങ്ങൾ, എപ്പിലെപ്സി രോഗങ്ങൾ, ഓട്ടിസം രോഗങ്ങൾ, ഹൃദയത്തിൻ്റെ ദോരങ്ങൾ, നടുവലിൻ്റെ കസേരകൾ തെറ്റിയിരിക്കുന്ന അവസ്ഥകൾ, ജനിതകമായ വൈകല്യങ്ങളുള്ളവർ, അവരെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. നെഞ്ചിനെ കർത്താവ് കാണിക്കുന്നുണ്ട്. ശ്വാസകോശം ചുരുങ്ങുന്നവർ, വാരിപ്പറ്റ് ബലക്ഷമായിരിക്കുന്നവർ, അപകടത്തെ വാലിപ്പറ്റ് ഒടുങ്ങിപ്പോയവർ, അവരെല്ലാവരും ഈശോ കാണിക്കുന്നുണ്ട്. പ്രാർത്ഥനയിലൂടെ നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഹൃദയത്തെ കാണിക്കുന്നുണ്ട്. കരളിന് വേണ്ടി പ്രാർത്ഥിക്കാം, ഗർഭാശയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, ഉദരാശയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, കിഡ്നികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, അതുപോലെ തന്നെ പാൻക്രിയാസിന് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാ മേഖലകളിലും സന്ധിബന്ധങ്ങളിലും ഇടിമുഴക്കം പോലെ ശ്രദ്ധിക്കട്ടെ, ഇടിമുഴക്കം പോലെ ശ്രദ്ധിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തില് 38 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മധ്യസ്ഥത്തില് ഈ കാലങ്ങളിൽ നടന്നിട്ടുള്ള ആരാധന ശക്തിയാൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാർഗരോഗങ്ങള്, തീരാവേദനകള്, ജീവദുരിതങ്ങള് യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിൽ നിറയണമേ, നാഥാവരേണമേ, സൗഖ്യം നൽകണമേ, നാഥാവരേണമേ, എന്നിൽ നിറയണമേ, നാഥാവരേണമേ,
സൗഖ്യം നൽകണമേ. മക്കളെ കൈയെടുത്ത് കൈ നെഞ്ചത്ത് വെക്കണം. ഇപ്പം ജോലിയില്ലാത്തവർക്ക്, വരുമാനം മുട്ടിപ്പോയവർക്ക്, യാത്ര മുടങ്ങിപ്പോയവർക്ക്, മെഡിക്കൽ ടെസ്റ്റിന് പരാജയപ്പെട്ടവർക്ക്, പരീക്ഷകളുടെ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർക്ക്, വസ്തു വിൽക്കാൻ പറ്റാതിരിക്കുന്നവർക്ക്, വീടില്ലാത്തവർക്ക്, വഴിയില്ലാത്തവർക്ക്, സാമ്പത്തിക മേഖല തകർച്ചയുള്ളവർക്ക്, വിവാഹം പിരിഞ്ഞ് ജീവിക്കുന്നവർക്ക്, ലഹരിയുടെയും മദ്യപാനത്തെ ആസക്തിയിൽ വിഷമിക്കുന്നവർക്ക്, വലിയ കടങ്ങളിലും കേസുകളിലും പെട്ട് വിഷമിക്കുന്നവർക്ക്, ജയിലാകപ്പെട്ട് വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. എന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തില്, സഭയുടെ അധികാരത്തില്, 38 വർഷാൽപ്പത്തെ കൃപാണ യോഗ്യതയാൽ കൃപാസാൽത്താറെ ജീവന്റെ പ്രത്യക്ഷയുടെ മാതാവിന്റെ മധ്യസ്ഥത്തിൽ യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ ജീവിത ദുരിതങ്ങള്, ജീവിത തടസ്സങ്ങള് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നാഥാവരേണമേ, സൗഖ്യം നിറയണമേ. നാഥാവരേണമേ, സൗഖ്യം നൽകണമേ. നാഥാവരേണമേ, എന്നിൽ നിറയണമേ. നാഥാവരേണമേ, സൗഖ്യം നൽകണമേ. മുട്ടനിക്കുക, മൗനമായി പ്രാർത്ഥിക്കുക. എന്തെങ്കിലും വിഷയം അച്ഛൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ മൗനമായി പ്രാർത്ഥിക്കുക. കൈകൾ കൂപ്പി ശിരസ് നമിച്ച് ആരാധനയുടെ ആശീർവാദം സ്വീകരിക്കുക. ഇന്ന് ഉടമ്പടി ആരാധനയിൽ കേട്ട എല്ലാ വചന സന്ദേശങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുക, വയലിലെ ചെടി പോലെ വളരുക എന്നുള്ള കർത്താവിൻ്റെ വലിയ വാഗ്ദാനത്തിൻ്റെ അഭിഷേകത്താൽ ഉടമ്പടിയിൽ അതിജീവനത്തിൻ്റെ അഭിഷേകം ലഭിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളിൽ ആസന്ന മരണമായിരിക്കുന്ന നന്മയുടെ അംശങ്ങളെ ഉത്തേജിപ്പിക്കുവാൻ, ജ്വലിപ്പിക്കുവാൻ പ്രത്യേക അഭിഷേകത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധിയുടെ കൊടുമുടിയിലേക്കുള്ള നമ്മുടെ യാത്രയിൽ നമ്മൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെല്ലാം കൃപയുടെ ടാപ്പിംഗ് ടൈമാണെന്നുള്ള വലിയൊരു ബോധ്യവും അത് തിരിച്ചറിയുവാനുള്ള അഭിഷേകത്തിൻ്റെ നയനങ്ങളും തുറക്കുവാൻ ഇടവരുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളോട് ജീവിക്കാൻ പറയുന്ന കർത്താവ് നമ്മുടെ ഉടമ്പടി ഏറ്റെടുത്ത് നമുക്ക് ആവശ്യമായതെല്ലാം നൽകി നമ്മളെ വിരുന്നിന് വേണ്ടി ഒരുക്കുമ്പോഴേക്കും നിത്യജീവൻ്റെ വലിയ ലക്ഷ്യം വെച്ചുള്ള നമ്മുടെ ഉടമ്പടി യാത്രയിൽ ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ ദൈവികമായി വെളിപ്പെടുത്തലുകൾ നൽകിയതിനെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയുകയും, കർത്താവേ, അങ്ങ് ഞങ്ങളുടെ മുൻപിൽ സന്നിഹിതനായിരിക്കുന്ന അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾ അനുഭവിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് കുമ്പിട്ട് നമുക്ക് ആരാധനയുടെ ആശീർവാദം സ്വീകരിക്കാം. ആഴത്തിലെന്നോടും ഇടപെടണേ, ആത്മാവിലെന്നോടും ഇടപെടണേ, ആഴത്തിലെന്നോടും ഇടപെടണേ,
ആത്മാവിലെന്നോട് ഇടപെടണേ. ആരിലും ശ്രേഷ്ഠമാ, ആരിലും ശക്തമാ, ആരിലും ശ്രേഷ്ഠമാ, ആരിലും ശക്തമാ, ആഴത്തിലെന്നോട് ഇടപെടണേ. ആത്മാവിലെന്നോട് ഇടപെടണേ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ